ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതോടെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ചെറിയ ആശങ്കയിലാണ്. വിസ നിയന്ത്രണങ്ങൾ ട്രംപിന്റെ പദ്ധതികളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഈ ആശങ്കയ്ക്ക് ആധാരം. ആധി കൊള്ളുന്നത് H-1B വിസയുള്ളവരും. ആശങ്കയ്ക്ക് ആധാരമുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് എന്താണ് H-1B വിസ എന്നറിയാം. പ്രത്യേക തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ബിരുദധാരികൾക്ക് USA നൽകുന്ന വിസയാണ് H-1B. ഓരോ 3 വർഷം കൂടുമ്പോഴും H-1B വിസ പുതുക്കാം. PR അഥവാ സ്ഥിര താമസത്തിനുള്ള അവസരം തുറക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് H-1B വിസയെ അമേരിക്കയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നത്. അങ്ങനെ ഗ്രീൻ കാർഡിനും വഴി തുറക്കും. ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളാണ് H-1B വിസയുടെ ഗുണഭോക്താക്കളിൽ അധികവും. ഇനി നിലവിലെ സാഹചര്യത്തിലേക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റമുണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള H-1B വിസ ഉടമകൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ഒഴിവാക്കുകയാണ്. ജനുവരി 20-ന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് മടങ്ങിയെത്താൻ തൊഴിലുടമകളും ഇമിഗ്രേഷൻ അഭിഭാഷകരും ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ പറയുന്നത്. രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്താൽ മടങ്ങിവരവ് നിഷേധിച്ചാലോ എന്ന ഭയമാണ് എല്ലാവർക്കും. ഓരോ വർഷവും അനുവദിക്കുന്ന H-1B വിസക്കാരുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന് ട്രംപ് അനുകൂലികൾക്കിടയിൽ നിന്ന് ആവശ്യം ഉയരുന്നതാണ് ഭീതി കൂട്ടുന്നത്. 2023-ൽ 2,78,148 ഇന്ത്യൻ പ്രൊഫഷണലുകൾ H-1B വിസ പുതുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ആകെ അനുവദിച്ച H-1B വിസകളുടെ 72%. 12% ചൈനീസ് പ്രൊഫഷണലുകൾ നേടിയെടുത്തത്. H-1B വിസകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ഇതിൽ 2/3 കമ്പ്യൂട്ടർ പ്രൊഫഷണലുകൾ ആണെന്നുള്ളതാണ്. ഇവരുടെ വാർഷിക വരുമാനം 1 കോടിയിലേറെയും. ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനും സാങ്കേതിക വിദഗ്ധനുമായ ശ്രീറാം കൃഷ്ണനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ പ്രധാന ഉപദേശകനായി നിയമിച്ചതോടെയാണ് ഇത്തരമൊരു ചർച്ച ആരംഭിച്ചത്. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ തന്നെ പഠനം പൂർത്തിയാക്കിയ ശ്രീറാം 2007-ൽ മൈക്രോസോഫ്റ്റിൽ തൊഴിൽ നേടാനായിട്ടാണ് അമേരിക്കയിലെത്തുന്നത്. US പൗരത്വം സ്വന്തമാക്കുന്നത് 2016-ലും. അങ്ങനെ അമേരിക്കയിലെത്തി അതിവേഗം വളർന്ന ശ്രീറാം കൃഷ്ണൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യണമെന്ന് വാദിച്ചിരുന്നു. എന്നാൽ H-1B വിസയിൽ ശ്രീറാം കൃഷ്ണൻ പ്രത്യേക നിലപാട് എടുത്തിട്ടില്ല. എന്നാൽ H-1B വിസയെ ചൊല്ലിയുള്ള ചർച്ചകൾ പ്രസക്തമല്ലെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നൽകുന്നത്. പുതുവത്സര തലേന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് മിടുക്കന്മാർ നമ്മുടെ രാജ്യത്തേക്ക് വരണമെന്നാണ്. മാത്രമല്ല, ട്രംപിന്റെ ഉപദേശകരായ ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും നിയമപരമായ ചേക്കേറലുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെ ഇരുവരും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ കുടിയേറ്റത്തെ ആയുധമാക്കിയിരുന്നു ട്രംപ്. 2023-ൽ മാത്രം ഏകദേശം 16 ലക്ഷത്തോളം പേർ കുടിയേറിയെന്നാണ് കണക്ക്. നിലപാടുകൾ മാറി മറിയുന്നതാണ് H-1B വിസയുള്ള ഇന്ത്യക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. വീണ്ടും വൈറ്റ് ഹൌസിന്റെ അധിപനായി എത്തുമ്പോൾ എന്തായിരിക്കും ട്രംപിന്റെ നിലപാടെന്നാണ് കണ്ടറിയേണ്ടത്.